ചരിത്രം 1970-കളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് 71-ലാണ് ഞാൻ ജനിക്കുന്നത്. ഈ നാടൻ കോഴികളേ ഉള്ളൂ, ബ്രോയിലർ കോഴികളൊന്നും എവിടെയും കാണില്ല, തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്നും വരുന്നില്ല. ഈ കോഴികൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെ വീടുകളിൽ കൂടുതലായിട്ട് എന്തുണ്ടാവും, പിന്നെ ആളുകൾ വളർത്തും. പക്ഷേ ഇത് കിട്ടുക, ഈ സൗകര്യം കിട്ടാൻ പറഞ്ഞാൽ ഒന്ന് പള്ളിക്കൽ ഉസ്താദിനാണ്, കാളി എന്നറിയും. പള്ളിക്കത്തെ ഉസ്താദിന് പിന്നെ അന്ന് വലിയ വലിയ വീടുകളിലേക്കാണ് ഈ ചിലവുണ്ടാകുക. അവർക്ക് ഒരു പിന്നെ ദിവസത്തെ ചിലവ് ആ വീട്ടിലായിരിക്കും. അന്ന് ആ ചിലവിൻ്റെ ഊഴം വരുന്നന്ന് വീട്ടിലെന്ത് ചെയ്യും, അവിടുന്ന് ഏറ്റവും വലിയ ഒരു ഇതേപോലെ പൂവൻ കോഴിനെ പിടിച്ചുകൊണ്ട് അറക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പുതിയാപ്പിള സൽക്കാരത്തിന് കിട്ടില്ല, ഒന്നാമത്തെ പുതിയാപ്പിള സൽക്കാരത്തിനും പുതിയാപ്പിള വരുമ്പം കിട്ടിയിരുന്നു. പക്ഷെ നമുക്കൊക്കെ ഇതിൽ കിട്ടുന്ന ഇതിൻ്റെ ഈ എന്തെങ്കിലും പറയാൻ കുറകോ ആ സാധനത്തിന് ലെഗ് പല്ല അങ്ങനെയുള്ള പറയും ലെഗ് പീസൊന്നും നമുക്ക് കിട്ടൂല. നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ആ തോലില്ലേ, ആ തോല് കാര്യമായിട്ട് അതൊക്കെ അതിൻ്റെ കറി എന്നാൽ തന്നെ അത് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. അതൊക്കെ തേങ്ങ കറുത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോഴിനെ അറക്കാൻ 5 ഭക്ത് കൃത്യമായിട്ട് നിസ്കരിക്കണ ആളെ തിരഞ്ഞ് അറക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടുകളിൽ 1-2 സ്ഥലത്തുള്ള മൊല്ലാക്കാരെ അറിയും. ആ മൊല്ലാക്കാൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ കത്തിയും കൊണ്ടുപോകണം, കോഴിനും കൊണ്ടുപോകണം, പിടിച്ചിട്ട് കാലൊക്കെ ഇതേപോലെ കെട്ടിയിട്ട് കൊണ്ടുപോകും. മൊല്ലാക്ക മൂപ്പര സൗകര്യത്തിന് വന്നിട്ട് ഒരു ഇതിൽ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തതിന് വെള്ളമൊക്കെ കൊടുത്ത് അറുത്തിട്ട് പിന്നെ ആണ് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുക.